السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ കഴിയുന്നത്ര ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ അനുസരണയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ മാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസം നമുക്ക് വരാനിരിക്കുകയാണ്. ഒരു പക്ഷേ പരിശുദ്ധ റമളാൻ ആഗതമാകുന്നതും അനുഭവത്തിൽ വരുന്നതും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നോമ്പിന്റെ തലേന്നാൾ അത്താഴത്തിന് വേണ്ടി ഉണരുമ്പോഴാണ് ഇതാ ഒരു നോമ്പ് തുടങ്ങുന്നു എന്ന് അതിന്റെ അനുഭവങ്ങളും അതിന്റെ ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു. സഹോദരങ്ങളെ, അത് പോരാ. തികച്ചും വ്യത്യസ്തമായ ഒരു മാസം കടന്നു വരുന്നു എന്ന് പറയുന്നത് ബോധപൂർവമാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സമൂലമായൊരു മാറ്റം യഥാർത്ഥത്തിൽ റമളാനിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതക്രമങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ സമയങ്ങളും ഭക്ഷണത്തിന്റെ കാര്യങ്ങളും. അതിലൊരു മാറ്റം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ചായ എന്നും ഒരേ സമയത്ത് കുടിക്കുന്നവൻ ആ ചായ കിട്ടാതിരുന്നാൽ കാണിക്കുന്ന അസ്വസ്ഥത നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഭക്ഷണക്രമങ്ങളിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. അസമയത്തൊരു അത്താഴവും അതേപോലെ തന്നെ പതിവില്ലാത്ത നേരത്ത് ഒരു നോമ്പുതുറയും, പകൽ സമയത്ത് ഭക്ഷണവും വെള്ളവും കുടിച്ചു ജീവിച്ചിരുന്ന പകൽ മുഴുവനും ഭക്ഷണമില്ലാത്ത വ്രതവുമായി തീരുമ്പോൾ
ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാത്രി പൊതുവെ നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ വിശ്രമിക്കുന്ന സമയങ്ങളാണ്. അവിടെയും നമ്മുടെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ദീർഘമായ രാത്രി നമസ്കാരങ്ങൾ ഒരു പുതിയ മാറ്റമാണ്. നമ്മുടെ തൊഴിൽ കാര്യങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. റമദാൻ വരുമ്പോൾ നേരത്തെ പോയി നേരത്തെ ഓഫീസിൽ നിന്ന് മടങ്ങാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ ഒരു വേള കച്ചവടക്കാരായ സുഹൃത്തുക്കൾ, മറ്റു തൊഴിൽ രംഗത്തുള്ള പല ആളുകളും ഈ മാസം ആരാധനക്കുള്ളതാവട്ടെ, തൽക്കാലം 11 മാസവും ഓടിത്തളർന്ന് വിശ്രമമില്ലാതെ പോകുമ്പോൾ ഒരു മാറ്റമാവട്ടെ എന്നാണ്. ഈ ഒരു മാനസികമായ തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ആ ഒരു മാറ്റം നമുക്കുണ്ടാകുന്നത് അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓടിത്തളരുന്ന, നമ്മൾ താല്പര്യപൂർവ്വം ഓടിച്ചെല്ലുന്ന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മുടെ കുടുംബകാര്യങ്ങളാവട്ടെ, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളാകട്ടെ, അതൊന്നും നൽകാത്ത ഇരട്ടി ഇരട്ടി വരുന്ന ഗുണങ്ങളും പ്രയോജനങ്ങളും ഈ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കാളും ഒരു പ്രാധാന്യം ഇതിന് നൽകണം. അതാക്കും ഷഹ്റു റമളാൻ, ഇതാ റമളാൻ നിങ്ങൾക്ക് വരുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഷഹ്റുൻ മുബാറക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുൻ മുബാറക്, ബർക്കത്തിന്റെ മാസം. ആ ഒരു പദമേ അതിനുള്ളൂ. എത്രയാണ് അനുഗ്രഹങ്ങൾ, എത്രയാണ് പ്രതിഫലങ്ങൾ, എത്രയാണ് നന്മകൾ എന്ന് കണക്കാക്കാൻ പറ്റാത്തൊരു മാസത്തിന്റെ പേര് ഷഹ്റുൻ മുബാറക്. നന്മകളും അനുഗ്രഹങ്ങളും നിറഞ്ഞു കവിയുന്നൊരു മാസം. അങ്ങനെ ഒരു സീസൺ അല്ലാഹു നിശ്ചയിച്ച് നമ്മുടെ 12 മാസത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ആരാധനയ്ക്ക് കേന്ദ്രീകരിക്കാൻ ഒരു മാസത്തെ നിശ്ചയിച്ച് തരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയും സമയവും ജീവിതവും ആ മാസത്തെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായ താല്പര്യം നമുക്ക് എടുത്തുകൂടാ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ആ ഒരു മാസം മുഴുവൻ ആരാധനയിലാണ്. നമ്മൾ ആരാധനയിലാണ്. നോക്കൂ, അത്താഴത്തിന് എഴുന്നേറ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പകൽ മുഴുവനും ആരാധനയില്ലേ? ഇത്ര നീണ്ട ഒരു ആരാധന മറ്റേതാണ് സഹോദരങ്ങളെ? ഇത്ര ദീർഘമായ സമയം തുടർച്ചയായി ഒരു സമയം പോലും അശ്രദ്ധമാകാതെ തിന്മകളെ തടുത്ത് നന്മകൾ വർദ്ധിപ്പിച്ച ഒരു നീണ്ട പകൽ അവസാനിച്ചു. അതേ കൂലി കിട്ടുന്നൊരു രാത്രി മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ ജമാഅത്തിന് പള്ളിയിലെത്തിയാൽ വീണ്ടും നീണ്ട നമസ്കാരങ്ങളായി. അത് കഴിഞ്ഞൊന്ന് വിശ്രമിക്കുമ്പോഴേക്കും അത്താഴത്തിന് ഉണർന്നു. 30 ദിവസത്തെ നീണ്ട പരിശ്രമങ്ങൾ, ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ നല്ല നന്മ നിറഞ്ഞ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങളേറെയുള്ള എല്ലാ നിലക്കും നമുക്ക് മാറ്റങ്ങൾ വാഗ്ദത്തം ചെയ്യുന്ന ഒരു മാസമാണ്. സുഹൃത്തുക്കളെ, ഒരു സ്വപ്നമാണ്. പലപ്പോഴും ആകസ്മികമായ രോഗങ്ങൾ പെട്ടെന്ന് മനുഷ്യന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തി അവനെ കബറിലേക്ക് വിളിക്കുന്നു, പരലോകത്തേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പല കൂട്ടുകാരുടെയും സുഹൃത്തുക്കളെയും ജനാസകൾ നമ്മൾ നമസ്കരിച്ചപ്പോൾ അള്ളാഹു നമ്മുടെ ഈ റമദാന്റെ തൊട്ടു മുമ്പ് വരെ ജീവനോട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഒരു മാസത്തെ കാലാവധി അള്ളാഹു നമുക്ക് ആയുസ് അനുഭവിക്കുന്നുവെങ്കിൽ ഇന്നു കബറിൽ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് തിരിച്ചുപോയ സുഹൃത്തിന്, സഹോദരൻ, നമ്മുടെ ബന്ധുക്കൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യകരമായ ഒരു അവസരം അള്ളാഹു നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി കരിഞ്ഞരുളി എത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വമൻ ശഹിദ മിൻകുമു ശഹ്ർ എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ ആയുസ്സുണ്ടെങ്കിൽ എന്നാണ്. ഒരു റമദാനിൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്നുവെങ്കിൽ വൽയസുംഹു, അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് റമദാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആ റമദാൻ ശരിയായി ഉപയോഗപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. തുഫത്തഹുലഹും അബ്വാബുൽ ജന്ന. എന്താതൊക്കെ സഹോദരങ്ങളെ വാക്ക്! സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതല്ലേ സ്വർഗം കിട്ടും. ഒരു മാസാവരണം, ഒറ്റ മാസം മെനക്കെട്ടാൽ കിട്ടുമെന്ന്. ഒരിക്കലും നിരാശയില്ലാതെ പ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ അനുഗ്രഹത്തിന്റെയും ഔദാര്യത്തിന്റെയും മാസം. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ മാസത്തെ, കഴിഞ്ഞ ജീവിതത്തിലുള്ള നോമ്പിന്റെയും റമദാനിന്റെയും കാലത്തല്ലാത്ത ഒരു പുതിയ റമദാനിയാണ്, ഒരു പുതിയ മാസത്തെ പുതുമയോടുകൂടെ വരവേൽക്കാനുള്ള മനസ്സ്. അവിടെയാണ് സഹോദരങ്ങളെ പുതിയ റമദാൻ ഫലപ്രദമാകുന്നതിന്റെ അടിസ്ഥാനപരമായ മാറ്റം നിലകൊള്ളുന്നത്. നോക്കൂ, നിങ്ങൾ ഒരാൾ വിളിച്ചു പറയും അത്രേ. റമദാൻ സമാഗതമാകുമ്പോൾ ഒരാൾ വിളിച്ചു പറയും അത്രേ. എന്താണ് വിളിച്ചു പറയുന്നത്? വയുനാദി മുനാദ്. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബൽ. നന്മ, നല്ലതു ചെയ്യണം എന്നാഗ്രഹിക്കുന്നവനെ, നന്നാവണമെന്നാഗ്രഹിക്കുന്നവനെ,
നന്മ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ, നന്മയിലേക്ക് മാറണമെന്ന് കൊതിക്കുന്നവനെ, വരൂ, നീ വരൂ. ഈ മാസം നിനക്ക് നിന്റെ നന്മയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റും. യാ ബാഗിയ ശർറ്, എപ്പോഴും മനസ്സിൽ രോഗം പേറി ഒരു തിന്മക്ക് അവസരം കാത്ത് ക്യൂ നിന്ന് മോഹിച്ച് സ്വപ്നം കണ്ട് തിന്മകൾക്ക് വേണ്ടി നടക്കുന്നവരെ അക്സിർ അക്സിർ, ഒന്ന് ചുരുക്കാൻ ശ്രമിക്കൂ. തിന്മകളെ ഒന്ന് കുറക്കാൻ ശ്രമിക്കൂ. തിന്മകളെ കുറക്കാനും നന്മകളെ ഏറ്റാനും ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്കിതാ നല്ലൊരു മാസം വന്നിരിക്കുന്നു. ഏറ്റവും നല്ല നന്മ വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാസം. എല്ലാം അനുകൂലമാണ് സഹോദരങ്ങൾ. നോമ്പിനെല്ലാം അനുകൂലമാണ്. ഇതുവരെ നിസ്കരിക്കാത്ത ഒരുത്തൻ നിസ്കാരം തുടങ്ങി, ഒരു ദിവസം നിസ്കാരം തുടങ്ങിയാൽ കൂട്ടുകാർ ചോദിക്കും, അന്റെ നിസ്കാരമൊക്കെ നമുക്കറിയാം, ഇതിപ്പോ എന്നെ നന്നായി നമുക്കറിയാം. സുഹൃത്തുക്കളെ ചോദിക്കില്ല റമദാൻ. സുഹൃത്തുക്കളുടെ നിരുത്സാഹപ്പെടുത്തലില്ല. പള്ളികൾ നിറഞ്ഞു കിടക്കുന്നു. നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ പള്ളിയിലിരുന്നാലും എന്താ അവിടെ ഇരിക്കുന്നു ഒരാൾ ചോദിക്കൂല. അയക്കാരെ ഇത് റമദാനാണ്, പള്ളിക്ക് വരേണ്ട സമയമാണെന്ന് അറിയും. രാത്രി എഴുന്നേറ്റ് ദീർഘമായി നമസ്കരിക്കുമ്പോൾ എന്തേ പറ്റിയെന്ന് ഭാര്യ ചോദിക്കില്ല. നന്മകൾ തുടങ്ങാൻ ഇത്ര നല്ലൊരു അവസരം മറ്റേതാണ് സഹോദരങ്ങളെ. നന്മക്ക് പറ്റുന്ന അനുകൂലമായ പ്രചോദനങ്ങൾ, പ്രേരണകൾ, ക്ലാസുകൾ, ഉത്ബോധനങ്ങൾ, മാറാൻ തീരുമാനിച്ചവന് ഏറ്റവും നല്ല മാർഗം. ഇനി അഥവാ സഹോദരങ്ങളെ ഈ റമദാൻ അവഗണിച്ച് മുന്നോട്ട് പോയി അടുത്ത റമദാനിലേക്ക് അള്ളാഹു എത്തിച്ചില്ലെങ്കിൽ അത് വലിയൊരു ഖേദത്തിന് ഇടയാകും. ഈ നന്മയുടെ മാസത്തെ നന്മകൾ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എത്ര ഗൗരവപരമാണ്. അതുകൊണ്ട് നന്മകളെ വർദ്ധിപ്പിക്കാനുള്ളൊരു മനസ്സ്, തിന്മകളെ കുറക്കാനുള്ളൊരു മനസ്സ്, ആ മനസ്സോടെയാണ് റമദാനിനെ ഞാനും നിങ്ങളും സഹോദരങ്ങളെ വരവേൽക്കുന്നത്. 3 കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. 3 മഹത്തായ കാര്യങ്ങൾ. ഒന്നെന്താണ്? അവ്വലുഹു റഹ്മ, കാരുണ്യം. പടച്ചോന്റെ കാരുണ്യം വേണ്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ മക്കളിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ, നമ്മുടെ ഭാവി ജീവിതത്തിൽ, നമ്മുടെ ഖബറിൽ, നമ്മുടെ പരലോകത്തിലൊക്കെ അള്ളാന്റെ റഹ്മത്ത് വേണ്ടേ. ആ റഹ്മത്തിനെ ചോദിക്കാനും റഹ്മത്തിനെ നേടാനും പറ്റുന്ന നല്ലൊരു മാസം. അള്ളാഹു കാരുണ്യം തരാനും വിതരണം ചെയ്യാനും ഒരു മാസം വെച്ചിട്ട് ആ കാരുണ്യം കൈനീട്ടി വാങ്ങാൻ നമ്മൾ മടി കാണിക്കാൻ പറ്റില്ല. മറ്റൊന്നും മഗ്ഫിറത്താണ്, പാപമോചനം. ഒരു തെറ്റു ചെയ്താൽ ശിക്ഷയുണ്ട് എന്ന് ഉറപ്പല്ലേ സഹോദരങ്ങളെ. അണ്ണുമണി തൂക്കം ഒരു കൊച്ചുറുമ്പിന്റെ അത്ര തിന്മ ചെയ്താലും അതിന്റെ ഫലം അവൻ കാണുമെന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തവരല്ലേ ഞാനും നിങ്ങളും. മുക്കഫിറാത്തും മാ ബൈനകുന്ന, ചെറുദോഷങ്ങളെല്ലാം പുറത്തു പോകുന്ന, എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന, മാ തഖദ്ദമ മിൻ ദംബിഹി, രാത്രി നിസ്കരിച്ചാ പൊറുക്കും, പകൽ നോമ്പ് നോച്ചാ പൊറുക്കും, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ മുഴുവൻ പൊറുക്കും. അത്ര വാഗ്ദത്തമുള്ള മഗ്ഫിറത്ത് അത് ചോദിക്കാനുള്ള സമയമാണ്. മറ്റൊന്ന് നരകത്തിൽ നിന്നുള്ള മോചനം, വിത്തുക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം. ദാലിക കുല്ല ലൈല വലില്ലാഹി ഉതഖാഉം മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു ഓരോരുത്തരെങ്ങനെ രക്ഷപ്പെടുത്തും അത് കുല്ലലയില, എല്ലാ രാത്രിയിലും അത് തുടർന്നുകൊണ്ടിരിക്കും. ആ ലിസ്റ്റിക്ക് ഇങ്ങനെ കയറുക സഹോദരങ്ങളെ. നരകത്തിൽ പോകാനുള്ള ആളുകൾ സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് മാറുന്ന നിർണായകമായ രാവുകളും പകലുകളുമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇതിനേക്കാളും ഒരു വിശ്വാസി ആഗ്രഹിച്ചിരിക്കുന്ന മറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളെല്ലാവരും കേട്ടൊരു നബിവചനമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറിയപ്പോൾ ആമീൻ 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 എന്ന് 3 തവണ പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നക സഅത്തൽ മിമ്പർ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ, താങ്കൾ മിമ്പറിൽ കയറിയപ്പോൾ എന്താണ് ആമീൻ 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 എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്താനി, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖലൻ നാർ. റമളാൻ വന്നു എന്നിട്ടും തന്റെ പാപങ്ങൾ ആ റമളാൻ ഉപയോഗിച്ച് പരിഹരിക്കപ്പെടാത്ത ഒരാളുണ്ടല്ലോ, അബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ അകറ്റട്ടെ. സ്വർഗത്തിൽ പോകാൻ നല്ലൊരു ചാൻസ് മുന്നിൽ കൊടുത്തിട്ട് തെറ്റ് മുഴുവൻ പരിഹരിക്കാൻ ഒരു അവസരം കൊടുത്തിട്ട് അത് ഉദാസീനമാക്കി കളഞ്ഞവരുണ്ടല്ലോ, അവനെ അള്ളാഹു അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ
ഞാൻ ആമീൻ 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 എന്ന് പറഞ്ഞു എന്നാണ്. മൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹുല്ലാഹ്. വയസ്സായ വാപ്പനെ ഉമ്മനെ അല്ലെങ്കിൽ രണ്ടാളെയും പാട് അടുത്ത് കിട്ടിയിട്ട് അവരെ നോക്കിയാൽ അവന് സ്വർഗം കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അവൻ ആ വാപ്പനെ ഉമ്മനെ അവഗണിച്ച് സ്വർഗം നഷ്ടപ്പെടുത്തി. അബ്അദഹുല്ലാഹ്, അവനെയും അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഫമൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈഹി, നിന്റെ പേര് പറഞ്ഞപ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ ഫഅബ്അദഹുല്ലാഹ്, അവനെ അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആമീൻ 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 എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, പാപം പൊറുക്കാൻ നമ്മളോടുള്ള കരുണാവാരിധിയായ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തന്ന് സ്വർഗത്തേക്ക് കൊണ്ടുവരാൻ പോകാൻ വേണ്ടി ഒരു മാസം നമ്മുടെ ഹയാത്തിൽ അള്ളാഹു നമുക്ക് തരിക. അതിന്റെ ഗൗരവത്തോടെയും മഹത്വത്തോടുകൂടിയും സ്വീകരിക്കേണ്ടതില്ലേ എന്ന് ആലോചിക്കുക. സുഹൃത്തുക്കളെ, ചെറിയൊരു ആശങ്കയുള്ളൂ. ആ ആശങ്കയും കൂടി അകറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ റമദാൻ നമുക്ക് പ്രയോജനപ്പെടും. എന്താ അറിയോ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് റമദാന്റെ നോമ്പ് പൂർത്തിയാകണമെങ്കിൽ ഹറാം ആയത് നോമ്പ് തുറക്കാനും നോമ്പിന് നോൽക്കാനും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ ആ നോമ്പിന് പൂർണ്ണത കിട്ടും. അങ്ങനെ ഹദീസിൽ കാണാൻ പറ്റും, 2 സ്ത്രീകൾ നോമ്പ് നോറ്റ് കുഴങ്ങിനവർ, പറ്റക്കുഴങ്ങി, ദാഹം കൊണ്ടവർ മരിക്കാറായി. അപ്പോ സഹാബത്ത് നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു. അപ്പൊ നബി അത് പരിഗണിച്ചില്ല. വീണ്ടും പറഞ്ഞപ്പോൾ നബി അവരെ കൊണ്ടുവരാൻ വേണ്ടി വന്നു. പ്രവാചകന്റെ മുന്നിൽ വെച്ച് അവർ രക്തം ഛർദ്ദിച്ചു. നബി സ്വല്ലല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഹാത്തൈനി സാമത്ത, ഇവർ 2 പേരും നോമ്പ് നോറ്റിട്ടുണ്ട്. അമാ അഹല്ലല്ലാഹു ലഹുമ, അവർക്ക് അനുവദിച്ചു കൊടുത്തത് വെച്ച് അവർ നോമ്പ് നോറ്റു. വഅഫ്തറത അലാ മാ ഹറമല്ലാഹു അലൈഹ, അല്ലാഹു അവർക്ക് ഹറാമാക്കിയത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നോമ്പ് തുറന്നത്. ജലസത്ത് ഇഹ്ദാഹുമാ ഇലൽ ഉഖ്റ, അവരിൽ ഒരുത്തി മറ്റൊരുത്തിന്റെ അടുത്ത് പോയി ഇരിക്കും. എന്നിട്ട് എന്നിട്ട് അവർ 2 പേരും ഇരുന്ന് ജനങ്ങളുടെ മാംസം തിന്നാൻ തുടങ്ങും. നമീമത്തും കുറ്റങ്ങളും പറയും. സഹോദരങ്ങളെ, ഹറാമുകൾ ചെയ്യാൻ നോമ്പ് നോറ്റിരുന്നിട്ട് നാവ് കൊണ്ടും വായ കൊണ്ടും കളവും നുണകളും ഫസാദുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപൂർണമായ നോമ്പ്, ഹറാമ് തിന്നുകൊണ്ടുള്ള നോമ്പ്, അപൂർണമായ നോമ്പ്. നമ്മൾ മോചിതരാകണം. എന്തായാലും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമില്ലെന്ന് സഹോദരങ്ങളെ എന്തായാലും ഉറപ്പുവരുത്തണം. ഹറാമ് ചെയ്തുകൊണ്ടുള്ളൊരു നോമ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. സിനിമ കണ്ടുകൊണ്ടും അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടും വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടും രതിവൈകൃതങ്ങൾ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്. അതിന്ന് മുക്തമായ ഒരു നോമ്പിനെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ചിലതൊക്കെ കരുതി വെച്ച് നമുക്ക് നോമ്പിനെ സ്വീകരിക്കാം. എന്താണ് കരുതി വെക്കാനുള്ളത്? ആരാധനകൾ മുഴുവനും അള്ളാന്റെ കുർബത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനാണ് ആരാധനകൾ മുഴുവൻ. സഹോദരങ്ങളെ, കുറെ നന്മകൾ, എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ ആ നന്മ മുഴുവൻ ചെയ്യാനുള്ള നല്ല നാളുകളായി അള്ളാഹു നമുക്ക് തന്ന ഈ റമദാനിന്റെ പകലുകളെയും രാത്രികളെയും ഉപയോഗപ്പെടുത്താൻ പലതും ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുറച്ചൊക്കെ സാമ്പത്തിക ചുറ്റുപാടുകൾ നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. നമ്മൾ നന്നായി സഹകരിക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നന്നായി കൊടുക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ റമദാനിലുമെല്ലാം നമ്മുടെ കേരളത്തിന്റെ പല പള്ളികളിലും ആളുകൾക്ക് ഒരു മാസം അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി 1000 രൂപ വരുന്ന ഓരോ കിറ്റുകൾ കൊടുത്തിരുന്നു. ഇന്ന് ഈ റമദാൻ സമാഗതമാകുമ്പോൾ കേട്ടത് സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ് സഹോദരങ്ങളെ. ആ കിറ്റ് ജോലിക്ക് പോകാൻ പറ്റാത്ത വൃദ്ധരായ ദമ്പതികൾക്ക് അത് കിട്ടി. അവർ ഈ റമദാൻ വരെ ആ കിറ്റ് കൊണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ആ കൊടുത്ത ആളുകളുടെ പ്രതിഫലം എത്രയായിരിക്കും? അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ നന്മയാണ്. ഒരു റമദാനിൽ വേറൊന്നും ചിന്തിക്കേണ്ട. അവിടെ ഭക്ഷണം വീട്ടിലുണ്ട്, സുഖമായിട്ട് ആരാധനകൾ ചെയ്ത്. ഇന്നൊരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകും? ഇന്നൊരു ദിവസം യാചിക്കാൻ പോയില്ലെങ്കിൽ എന്താകും? ഇന്നു കൈനീട്ടാൻ ഒരുത്തന്റെ മുറ്റത്ത് ചെന്നില്ലെങ്കിൽ എന്താകുമെന്ന് റമദാനുക്കും ചിന്തിക്കേണ്ട മിസ്കീനുകൾ നമ്മുടെ നാട്ടിലുണ്ട് സഹോദരങ്ങളെ. അവർക്ക് എന്തെങ്കിലും നൽകാൻ, മാത്രമല്ല അനാഥകളും അഗതികളും നമ്മുടെ കുടുംബത്തിലുണ്ട്, അല്ലാതെയുണ്ട്. അവരെയൊക്കെ പരിചരിക്കാനുള്ള സമയം. അതിലുമൊക്കെ ഉപരി ഖുർആന്റെ മാസത്തിൽ ഖുർആനുമായുള്ള ബന്ധം തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ എന്തല്ല അറിയുന്നത്? ഒരു അറബിയിലൊരു പുസ്തകം വായിക്കാൻ നമുക്ക് അറിയില്ല. പൊതുവെ നടക്കുന്ന ക്ലാസ്സുകളിലും സ്ഥിരമായ സംഗതികളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല, സമയമില്ല. പല ആളുകളും പോയി കേൾക്കുന്നു, പഠിക്കുന്നു. നമ്മളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു പക്ഷെ അത് കേൾക്കാനും പഠിക്കാനും സമയം കണ്ടെത്താത്തവരാണ്. ദയവ് ചെയ്ത് ഈ ഒരു റമദാന്റെ മാസം, ഖുർആനിന്റെ മാസം, ഖുർആൻ ഒന്ന് ഓത്തു പഠിക്കുക. അക്ഷരങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് സുഹൃത്തുക്കൾ ചെറിയ പണിയുള്ളൂ. ഒരു 1ാം ക്ലാസ്സിലെ അറബി പുസ്തകം വാങ്ങി നിങ്ങളെ മക്കളെ, കുട്ടികളെ, ഭാര്യനെ കൂട്ടിയിരുത്തിയിട്ട് ഒന്ന് മെനക്കെട്ടാൽ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, എവിടേക്ക് നമ്മൾ പോകുന്നത്?
എല്ലാ ആളുകളും ഈ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പരിഹരിക്കുക? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങി ഈ മാസത്തിൽ ആരെ മുമ്പിൽ ചെന്നിരുന്നാലും വേണ്ടിയില്ല, ഞാൻ ഓത്തൊന്ന് പഠിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഓതാൻ അറിയാത്തവർ ഓത്തു പഠിക്കേണ്ട മാസം. മാത്രമല്ല അർത്ഥം തദബ്ബുർ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെന്ന് ശരിക്കൊരു ഈമാനും ഒരു വിശ്വാസവും നേടിയെടുക്കത്തക്ക വിധത്തിൽ അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള നല്ല ഉത്ബോധനങ്ങൾ നമുക്ക് കിട്ടണം. സുഹൃത്തുക്കളെ, ഒന്നും വേണ്ട, ഖുർആനിനെ ഒന്ന് തഅ്ലീം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് റമളാനാണ്? ഖുർആനിനെ ഒന്ന് ആദരിക്കാൻ അള്ളാഹുവിന്റെ ചിഹ്നമല്ലേ? അള്ളാഹുവിന്റെ ചിഹ്നമായ ഖുർആനിനെ ഒന്ന് ആദരിക്കാൻ, ഒന്ന് ബഹുമാനിക്കാൻ തന്റെ കൈവിരൽ കൊണ്ട് ഖുർആൻ തൊടാത്ത ഒരു മാസമായി ചിലർക്ക് ഈ റമദാൻ അനുഭവപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഖുർആൻ പഠിക്കാൻ, കുറച്ച് മറന്നുപോയ സൂറത്തുകളൊക്കെ ഒന്ന് ഹിഫ്ളാക്കാൻ ഒക്കെ നമ്മളെന്തറിയും? റമദാന്റെ മുമ്പ് തന്നെ ആലോചിച്ചാലേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ, പറ്റും. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഈ സമയം കൊണ്ട് പറ്റും. ഈ തപ്പിത്തടഞ്ഞ് ഓതിയ കുറ്റം കിട്ടുമെന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഓതാത്തത്. അങ്ങനെ അല്ലല്ലോ സഹോദരങ്ങൾ റസൂലുള്ള പറഞ്ഞത്, ബുദ്ധിമുട്ടി ഓതിയതിന് 2 കൂലിയുണ്ട്. ഒന്ന് ബുദ്ധിമുട്ടിന്റെ കൂലി, ഖുർആൻ ഓതിയുടെ കൂലി. എത്ര വിശാലമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഔദാര്യം, എത്ര വിശാലമാണ് അള്ളാഹുവിന്റെ പ്രതിഫലം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം എന്നാണ് പറയാനുള്ളത് ശരിയായ രൂപത്തിൽ. മാത്രമല്ല പൊതുവെ നമ്മുടെ എല്ലാ കാര്യത്തിലും നാളെ പരലോകത്ത് നോമ്പും ഖുർആനും ഒന്നിച്ച് യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ശഫാഅത്ത് പറയാൻ വരും. ഖുർആനോട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിച്ചാൽ ഖുർആൻ ശഫാഅത്ത് പറയും. പടച്ചോൻ ഇന്നെങ്ങനെ കയ്യിൽ പിടിച്ച് ഓതി മനപ്പാടമാക്കിയിട്ട് അതും ഓതി രാത്രി നമസ്കരിച്ചവനാണിവൻ എന്ന് നാളെ പരലോകത്ത് ഖുർആൻ പറയും. നോമ്പ് പറയും, ഇന്നെ നോൽക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നവനാണിവൻ എന്ന് നോമ്പ് ശുപാർശ ചെയ്യും. ആ നോമ്പും ഖുർആനും ഒന്നിച്ച് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കണം, ആലോചിക്കണം. മാത്രമല്ല ഭക്ഷണങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം സുഹൃത്തുക്കൾ. ഒരു പക്ഷേ ഒരു 11 മാസത്തെ നമ്മുടെ ജീവിതത്തെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പോലെ തന്നെ ഒരു പക്ഷേ നന്നായി നോമ്പ് നോറ്റാൽ ശരീരവും ശുദ്ധീകരിക്കപ്പെടും. ഭക്ഷണത്തിലേക്ക് ഒരു ക്രമം, കുറച്ച് ഭക്ഷണം കുറക്കാൻ തന്നെ നോമ്പ്. മനസ്സിലെ സാധാരണ കേൾക്കുമ്പോൾ എല്ലാ ആഴ്ചക്കും ഒരിക്കൽ മാംസം വാങ്ങിയോ, എല്ലാ ദിവസവും മാംസം വാങ്ങുന്ന മാസമാകുന്നു റമദാൻ. അതാ പിന്നെ വരാൻ പോകുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം മത്സ്യം കഴിച്ചവൻ എല്ലാ ദിവസവും മത്സ്യം കഴിക്കുന്ന, ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിലോ ഒരു സൽക്കാരത്തിലോ മാത്രം പോയി സമൃദ്ധമായി ഭക്ഷിച്ചവൻ എന്നും സമൃദ്ധമായി ഭക്ഷിക്കുന്ന സുഹൃത്തുക്കൾ, അത് നോമ്പിന്റെ അതബുകൾക്ക് എതിരാണ്. നമ്മുടെ ഭക്ഷണങ്ങളിൽ ഒരു ആത്മനിയന്ത്രണം നമ്മൾ വരുത്തിയേ പറ്റൂ. ഒരു നല്ല ഒരു കാലഘട്ടമായി നമുക്ക് അനുഭവപ്പെടാൻ നോമ്പിന്റെ എല്ലാ മര്യാദകളും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാം. നമുക്കറിയില്ല സുഹൃത്തുക്കളെ, ഈ സെഫുകളിൽ ഇന്ന് നാം ഉണ്ട്, നമുക്കറിയൂ നാളെ നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അടുത്ത റമദാനിന്റെ കുതുബ പറയുമ്പോൾ കുതുബ പറയുന്നത് ഞാനായിരിക്കുമോ, ഞാൻ അന്നുണ്ടാകുമോ, നിങ്ങൾ അന്നുണ്ടാകുമോ, നമുക്കറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു മാസം അള്ളാഹു നമുക്ക് ആയുസ് അള്ളാഹിന്റെ കയ്യിലുള്ളതാണ്. അത് അള്ളാഹ് അനുവദിച്ചു തന്നാൽ അത് ഏറ്റവും വലിയ അനുവാദമാണ്. അത് കിട്ടുന്നത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു ഖേദമായി തീരും. പറ്റൂല ഒരിക്കലും സുഹൃത്തുക്കളെ, നരകത്തിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റില്ല. ഇന്ന അദാബഹ കാന ഗറാമ, അതിലങ്ങോട്ട് പെട്ടുപോയാൽ പുറത്തേക്കില്ല. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫിഹാ, അതിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് തിരിച്ചു വിളിക്കും. എല്ലാം ശേഖരിച്ചൊരുമിച്ച് കൂട്ടും നരകം. തള്ളി, ഇഷ്ടമില്ലാത്തവനെ തള്ളിക്കൊണ്ടുപോകുന്ന പോലെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടും. ഈ ആകാശവാന ലോകങ്ങളെ സൃഷ്ടിച്ച് നമുക്ക് ജീവനും നമുക്ക് സൗകര്യത്തെ പടച്ചോൻ സുഹൃത്തുക്കളെ, ഒരു സ്വർഗവും നരകവും പ്രയാസമല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ കണ്ണുകൾ കാണാനിരിക്കുന്ന കാഴ്ചയാണ്. രക്ഷപ്പെടാനുള്ള വഴികൾ മുന്നിൽ അള്ളാഹു തന്നെ തുറന്നു വരുമ്പോൾ ഉപയോഗപ്പെടുത്തുക. ഫലപ്രദമായ ഈമാനോടുകൂടെ, തൗഹീദോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ, ശരിയായ ആത്മാർത്ഥതയോടുകൂടെ നോമ്പിനെ വരവേൽക്കുവാനും നോമ്പിനെ സ്വീകരിക്കുവാനും അതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാനാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ നോമ്പ് സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. നോമ്പ് നോറ്റ് വീട്ടേണ്ടവർ, അതായത്
സുഖമാകുന്ന അസുഖങ്ങൾ വന്നു, പക്ഷെ പിന്നീട് സുഖമാകുന്ന ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, സൗകര്യമുള്ള ആളുകൾ, വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നോമ്പ് നോറ്റ് വീട്ടാൻ പറ്റുന്ന ആളുകൾ നോമ്പ് നോൽക്കേണ്ടവർ നോൽക്കുക തന്നെ വേണം. അതിന് ഏറ്റവും പറ്റിയ സമയം ഈ റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണ് അതിന്റെ മര്യാദകളും സഹാബത്തിന്റെ നടപടിക്രമങ്ങളും കാണുന്നത്. എന്നാൽ അതല്ല, നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഫിദിയ നൽകണം. ഫിദിയ ഒരു സങ്കീർണതയും ഇല്ലാത്തതാണ്. ത്വആമു മിസ്കീൻ, ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഒരു മിസ്കീനിന്റെ ഭക്ഷണം, ഒരു ദിവസം ഒരു മിസ്കീനിന്റെ ഒരു ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, അത് നേരത്തെ തന്നെ നമ്മൾ കൊടുത്ത് ഈ നോമ്പിനെ പരിഹരിക്കാം. പൊതുവെ ഒരു സംശയം ആളുകൾ ചോദിക്കാറുണ്ട്, നോമ്പ് കഴിഞ്ഞ നോമ്പ് ഈ നോമ്പിന് മുമ്പ് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പ്രായശ്ചിത്തവും അതോടൊപ്പം തന്നെ നോമ്പ് നോറ്റുവീട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്ന്. ഈ വിഷയം പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏതായിരുന്നാലും നോമ്പ് നോറ്റ് വീട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പിന്നെ ഫിദിയ കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതിനാണ് തെളിവുകളുടെ പിൻബലം ഉള്ളത്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നോമ്പ് വൈകിപ്പിക്കുക എന്ന കഴിവുണ്ടായിട്ടും സാധിച്ചിട്ടും നോമ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വതക്കകൾ എപ്പോഴും തിന്മകളെ പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. പക്ഷേ സ്വാഭാവികമായും നോറ്റ് വീട്ടുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ നോമ്പ് പരിഹരിക്കപ്പെടുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ നോമ്പിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ടും എല്ലാം അവസരങ്ങളുണ്ട്. നോമ്പിന്റെ എല്ലാ വിധികളും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാനൊന്ന് മെനക്കെടണം. അറിവോടുകൂടി നോമ്പിനെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകണം. ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ പങ്കുചേരണം. നന്മകളിൽ മത്സരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാ നന്മകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം രക്ഷിതാവേ. സമാഗതമാകാനിരിക്കുന്ന റമളാനിനെ അതിന്റെ പൂർണ്ണ ചൈതന്യത്തോടെയും നന്മകളോടെയും താഴത്തോടുകൂടെയും അതിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. നരകത്തിൽ രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള ഒരു വലിയ നിമിത്തമായി സമാഗതമാകാൻ നിൽക്കുന്ന റമളാനിനെ ഞങ്ങൾക്ക് നീ പ്രയോജനപ്പെടുത്തിരണമേ നാഥ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا